അരുൺ യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സാക്ഷി മരവിച്ചു പോകുന്ന കൊലപാതകമാണ് ഈ അവിടെ അരങ്ങേറിയത്. കല്യോട്ടാണ് അരുൺ ഇപ്പം നിൽക്കുന്നത്. അരുണിൻ്റെ മനസ്സിലും വല്ലാത്ത ഒരു അവസ്ഥയിലാവുമെന്ന് എനിക്കറിയാം. പറയൂ വിവരങ്ങൾ. SKN ഇനി നിമിഷങ്ങൾ മാത്രമേ ആ ശിക്ഷാവിധിക്കായി ബാക്കിയുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് കല്യോട്ട് ഈ ക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകം നടന്ന ആ സ്ഥലത്താണ്. ഇപ്പോൾ ഈ ശിക്ഷാവിധിക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുമ്പോൾ അന്ന് നടന്ന ആ സംഭവം ഒന്നുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു കൊടിമരം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ കൊടിമരം ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള ഇതേ സ്ഥലത്താണ് ആ ശരത് ലാലിനെ വെട്ടി നുറുക്കി ഇതേ സ്ഥലത്താണ് അവർ ഉപേക്ഷിച്ചത്. കൃപേഷിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് തൊട്ട് സമീപം ഇപ്പോൾ ഈ കാട് പിടിച്ചു കിടക്കുന്ന ഈ പ്രദേശത്ത് ഇവിടെ നിന്നും ഏകദേശം ഒരു 50 മീറ്റർ അപ്പുറമാണ് കൃപേഷിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. 2019 ഫെബ്രുവരി 17 അവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കളിയാട്ട മഹോത്സവം ഈ കല്യോട്ട് ഗ്രാമത്തിൽ നടക്കുകയാണ്. അതിൻ്റെ സംഘാടക സമിതി യോഗം കഴിഞ്ഞ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ റോഡിലൂടെയാണ് ശരത് ലാലും കൃപേഷും ഇരുചക്ര വാഹനത്തിൽ കടന്നു വന്നത്. നേരത്തെ ഉറപ്പിച്ച് പ്രതികൾ ഈ ദൃശ്യങ്ങൾ അല്പം കൂടി ഇടത്തോട്ട് മാറിയാൽ ഇവിടെ ഒരു തോട്ടം നമുക്ക് കാണാം. ഇവിടെയാണ് ഈ പ്രതികൾ പതിഞ്ഞിരുന്നത്. നേരത്തെ തന്നെ ഈ കൃപേഷും ശരത് ലാലും അപ്പുറത്തെ കല്യോട്ടങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വിവരം ഇവർക്ക് ലഭിക്കുന്നു. കൃത്യമായി അവർ ഈ ഇരുചക്ര വാഹനത്തിൽ വന്ന 2 പേരെയും ആക്രമിക്കുകയാണ് ചെയ്തത്. ഇവിടുന്ന് ശരത് ലാലിനെ വെട്ടി നുറുക്കി ഇവിടെ ഉപേക്ഷിച്ചു. വെട്ടുകൊണ്ട കൃപേഷ് അല്പം അങ്ങോട്ട് മാറി അവിടെ മരിച്ചു വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത്രത്തോളം ക്രൂരമായ കൊലപാതകമാണ് കല്യോട്ട് അരങ്ങേറിയത്. ഒരുപക്ഷെ സമീപകാലത്ത് കേരളം ഇത്രത്തോളം ചർച്ച ചെയ്ത മറ്റൊരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാവില്ല എന്നുകൂടി നമുക്കറിയാം. അതുകൊണ്ട് ഇതിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം എന്നാണ് ഈ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബങ്ങൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിക്കണം എന്ന അതൊരു സന്ദേശമായി ഈ കേസിലെ വിധി മാറും എന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും തന്നെയുള്ളത്. വിവരങ്ങൾ നൽകിയത്.